നൗഫൽ എന്നൊരു പേഷ്യൻ്റ് ഉണ്ട് എനിക്ക്. ഗൾഫിൽ നിന്ന് അവന് ഹാർട്ട് അറ്റാക്ക് വന്നു. പക്ഷേ ഹോസ്പിറ്റലിലെത്താൻ വൈകി, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വൈകിയത് മൂലം അപ്പോഴത്തേക്ക് അവൻ്റെ ഹാർട്ടിൻ്റെ മസിലൊക്കെ നശിച്ചിരുന്നു. പമ്പിങ് എല്ലാം കുറഞ്ഞ് കുറേ ദിവസം അവൻ വെൻറ്റിലേറ്ററിലായിരുന്നു. ശേഷം അവൻ നാട്ടിൽ വന്നു. നല്ല ശ്വാസകോശത്തിൽ വെള്ളം കയറി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവുന്ന കാരണം അവനോട് വെള്ളം വളരെ കുറച്ച് കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെള്ളം കൂടുതൽ കുടിക്കുന്തോറും അവന് ശ്വാസം മുട്ട് വരും, അഡ്മിറ്റ് ആവും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ അവൻ്റെ റൂമിൽ ചെന്നു. എന്നെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സാറേ, വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആർത്തിയാണ്. ചെറിയ ഔൺസ് പാത്രത്തിൽ അളന്നാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ദാഹം മാറുവോളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം. മറ്റുള്ളവർ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട്. എനിക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞവൻ കരയാൻ തുടങ്ങി. തിരിച്ച് ഗൾഫിൽ പോകണം, സമ്പാദിക്കണം, കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. എന്തിന്? പറക്കാൻ പോകുന്ന അവൻ്റെ കുഞ്ഞിനെ കാണണം. ഇതൊന്നും അവൻ്റെ സ്വപ്നത്തിലേ ഇല്ല. അവൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ദാഹം മാറുവോളം വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, 100,000 പ്രശ്നങ്ങൾ. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളെല്ലാം മാറി ഒരൊറ്റ പ്രശ്നം മാത്രമായി തീരും. എന്നറിയോ? നമുക്കൊരു സീരിയസ് അസുഖം വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ കിടപ്പിലായ, അതോടുകൂടി ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറി എങ്ങനെയെങ്കിലും ഈ അസുഖം മാറി ഒന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരണേ, ഒന്ന് ജീവിക്കണേ എന്നുള്ളത് മാത്രമാവും നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം.